ചരിത്രത്തിൻ്റെ അർത്ഥം എന്താണ്? എങ്ങോട്ടാണ് മാനവചരിത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ചരിത്രത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങളുടെയും, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സ്വഭാവം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇങ്ങനെ പറയുന്നു: ദ മാർച്ച് ഓഫ് ഹിസ്റ്ററി ഈസ് ഇൻ സെർച്ച് ഓഫ് ഫ്രീഡം. ദ മാർച്ച് ഓഫ് ഹിസ്റ്ററി ഈസ് ഇൻ സെർച്ച് ഓഫ് ഫ്രീഡം ആൻഡ് ട്രൂത്ത് എന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഒക്കത്തുനിന്ന് ചാടി ഇറങ്ങി ചിരിച്ചുകൊണ്ട് ഓടി കളിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ആ കുട്ടി സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തുമ്പിയെ നമ്മൾ പിടിക്കുന്നു, ഒരു കിളി നമ്മുടെ കയ്യിൽ എത്തുന്നു. ഇതിനെ വിട്ട് കഴിയുമ്പോൾ ആ കിളി കളകള ശബ്ദത്തോടുകൂടി ആകാശത്തേക്ക് പറന്നു വരുന്ന കാണാം. ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ആസ്വദിക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം മധുരമാണ്. മാനവ ചരിത്രത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യമെന്നാണ്. നമ്മൾ ടണലിൽ കൂടി യാത്ര ചെയ്യുകയാണ്. ആത്യന്തികമായി നമ്മൾ വെളിച്ചം കാണും, സത്യം കാണും, സ്വാതന്ത്ര്യം കിട്ടും എന്ന് നമ്മൾ ആശിക്കുന്നു. ഇംഗ്ലണ്ടിലെ വലിയ ചരിത്രകാരനായിരുന്നു H.G. വെൽസ്. ഔട്ട്ലൈൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ H.G. വെൽസ് പറയുന്നു, ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നു. ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നു. ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത് ആശയങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അവിടെ ആശയങ്ങളെ കാണാം, വലിയ വലിയ വ്യക്തികളെ കാണാം, വലിയ വലിയ സംഭവങ്ങളെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. 1215 1215 AD ഇംഗ്ലണ്ടിലെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഉടമ്പടി രാജാവ് ഒപ്പിട്ട് കൊടുത്തു. ഇനിമേലെ ജനങ്ങളെ അന്യായമായി അറസ്റ്റ് ചെയ്യല്, ദർ വിൽ ബി റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഉണ്ടായിരിക്കും എന്നാണ് മാഗ്ന കാർട്ട പറഞ്ഞത്. ഇതിനുശേഷം 1776 അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. 1776 ജോർജ് വാഷിങ്ടൺ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനപ്രഖ്യാപനത്തിൽ അവർ പറയുന്നു, വി ഹോൾഡ് ദീസ് ട്രൂത്ത് ടു ബി സെൽഫ് എവിഡൻറ്റ് that all men are created equal by God the Almighty and they all enjoy a set of fundamental rights, inalienable rights, and among these are right to life, right to liberty and the right to pursuit of happiness എന്ന് പറയുന്നു. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിതം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നു. പിന്നീട് 1789 1789 ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി. അവിടെയും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പൗരാവകാശ പ്രഖ്യാപനം ഉണ്ടായി. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നായിരുന്നല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതിൻ്റെ ചെയർപേഴ്സൺ മിസസ് എലീനർ റൂസ്വെൽറ്റ് ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി 1948. എല്ലാ വർഷവും നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അങ്ങനെ ഇന്നിപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ, മുതിർന്നവരുടെ അവകാശങ്ങൾ, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ, അങ്ങനെ ഒത്തിരി എല്ലാ വിഭാഗം ആളുകളുടെയും അവകാശങ്ങളെപ്പറ്റി നമ്മൾ ബോധമുള്ളവരാണ്. അടുത്ത കാലത്ത് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു, റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ധാരാളം അവകാശങ്ങളെപ്പറ്റി ചരിത്രം പറയുന്നുണ്ട്. ഈ ആശയങ്ങൾ മാത്രമല്ല, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, സ്വാതന്ത്ര്യം, ഇതുമാത്രമല്ല, വലിയ വലിയ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഗാന്ധിജി, നെൽസൺ മണ്ടേല,
ഓങ് സാൻ സൂക്കി, ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, രണ്ടാം ലോക മഹായുദ്ധം, ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ ഐഡിയാസ് മാത്രമല്ല, ആശയങ്ങൾ മാത്രമല്ല, വ്യക്തികളെയും സംഭവങ്ങളെ പറ്റിയും വായിക്കുന്നുണ്ട്. 1990 സോവിയറ്റ് റഷ്യ, അന്നത്തെ പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചോവ് പിരിച്ചുവിട്ടു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിരിച്ചുവിട്ടു. അപ്പോൾ അമേരിക്കയിലെ ഒരു ജാപ്പനീസ് ബോൺ സ്കോളർ ഫ്രാൻസിസ് ഫുക്കിയാമ ഒരു ലേഖനം എഴുതി, ദി എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ലേഖനം എഴുതി. പക്ഷേ നമുക്കറിയാം ചരിത്രം അങ്ങനെ അവസാനിക്കുകയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു സൈദ്ധാന്തിക സംഘടനം എന്നുള്ള നിലയിൽ ചരിത്രത്തെ ഇനി കാണുകയില്ല എന്നാണ് പറഞ്ഞത്. ജനാധിപത്യമാണ് ഏറ്റവും നല്ലത് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യത്തെ വെല്ലുവിളിച്ച രാജകീയ ഭരണവും ഫാഷിസവും നാസിസവും ഇത് അവസാനം കമ്മ്യൂണിസവും മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യർ എന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും നല്ല ഭരണ രീതി, ഏറ്റവും നല്ല ജീവിത രീതി ജനാധിപത്യമാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ പറഞ്ഞത്. ഈ അർത്ഥത്തിൽ ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം ചരിത്രം അങ്ങനെ അവസാനിക്കുകയില്ല. ആസ് ലോങ് ആസ് ദർ ഈസ് സബ്ജുഗേഷൻ, അടിച്ചമർത്തൽ, പാർശ്വവൽക്കരണം, ചൂഷണം, ഇതൊക്കെ ഈ ലോകത്തിൽ ഉള്ള അത്രയും നാൾ ചരിത്രം അവസാനിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? മനുഷ്യന് ഏറ്റവും മധുരമായിട്ടുള്ള കാര്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യവും വ്യക്തികൾക്കുള്ള അംഗീകാരവുമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം, വ്യക്തികൾക്കുള്ള അംഗീകാരം, ഇതാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. മാനവ ചരിത്രത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം എന്ന് തന്നെയാണ്. ദ മീനിങ് ഓഫ് ഹിസ്റ്ററി ഈസ് ഫ്രീഡം എന്ന് പറയാം.